ഹായ്. രാമു സുനിലിന്റെ കഥയെ അടിസ്ഥാനമാക്കി ജോൺ മാന്ത്രികൾ തിരക്കഥയെഴുതി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം എന്ന സിനിമയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമ OTT റിലീസ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനും ഈ സിനിമ കണ്ടത്. എനിക്ക് തിയേറ്റർ മിസ്സായ ഒരു മൂവിയാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ ഈ മൂവി. അപ്പോൾ ഈ സിനിമയിൽ ആസിഫ് അലി സിദ്ദിഖ്, മനോജ് കജയൻ, സായി കുമാർ, ഹരിശ്ര അശോകൻ, അനശ്വര രാജൻ, ജഗദീഷ് ഇന്ദ്രൻസ് അങ്ങനെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളെല്ലാം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഒരു വൺ ടൈം മൂവി മാത്രമാണ്. അത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ നമ്മുടെ ആസിഫ് അലിയുടെ കിഷ്ണാകാന്ന് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷനോ കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ചെറിയൊരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുപോലെ അത്തരം സസ്പെൻസോ കാര്യങ്ങളൊന്നും ഈ ഒരു മൂവിയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ സിനിമ അല്ലെങ്കിൽ സിനിമയുടെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമ്മളെ ആസിഫ് അലി ഒരു എന്താ പറയുക സസ്പെൻഷൻ കിട്ടിയിട്ട് വീട്ടിലിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ മലക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പുതിയ ജോയിൻ കിട്ടും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അതേ ടൈമിൽ തന്നെയാണ് നമ്മുടെ സിദ്ദീഖിന്റെ ഒരു ക്യാരക്ടറും ഈ പറഞ്ഞ മലക്കപ്പാറയിൽ പോയിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോ ഇട്ടതിന് ശേഷം അദ്ദേഹം അവിടെ തന്നെ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കേസ് അന്വേഷിക്കുന്നത് നമ്മുടെ ആസിഫ് അലിയാണ്. അപ്പോൾ ഇയാള് മരിക്കുന്നതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞില്ല. ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ആ സ്ഥലത്ത് ഞങ്ങളൊരു പെങ്കൊച്ചിനെ കുഴിച്ചിട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ എൻ്റെ കൂടെ വേറെ 2 വ്യക്തികളുണ്ട് എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അങ്ങനെ അവിടെ ആ കുഴിച്ചിട്ട സ്ഥലത്ത് ഇവരെ വന്നിട്ട് ചെക്ക് ചെയ്യുകയും അവിടുന്ന് ഈ പറഞ്ഞ പോലെ ആ കുട്ടിയുടെ അസ്ഥികൂടം, അതേപോലെ കൊലുസ്, പിന്നെ ഡ്രസ്സിന്റെ അങ്ങനെ കുറച്ചുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അത് പറ്റിയിട്ട് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ് ഫസ്റ്റത്തെ ഒരു എന്താ പറയുക ഹാഫ് ടൈം വരെയുള്ള ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ മരിച്ചത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കുകയും ആ കണ്ടുപിടിച്ച ആള് എങ്ങനെയാണ് അങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ മമ്മൂക്കാടെ ഒരു പഴയ ഒരു പടമുണ്ട്. ആ പടത്തില് ഒരു ചെറിയൊരു റോൾ അഭിനയിക്കാൻ വേണ്ടി വരുന്ന ഒരു പെങ്കൊച്ചാണ് ഈ മരിച്ചത്. അപ്പോൾ അത് മരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ എന്താണ് അതിന്റെ സാഹചര്യം എന്നുള്ളത് ചുറ്റിപ്പൊട്ടി പോകുമ്പോഴാണ് ഈ ഷൂട്ട് നടന്നിരുന്ന ഒരു ചർച്ചിലായിരുന്നു. ചർച്ച എന്നുള്ള കോൺവെന്റ്. അങ്ങനെ അവിടെ വെച്ചിട്ട് അവിടെയുള്ള കുറെ സ്വർണം കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ട് പെങ്കൊച്ച് മുങ്ങി എന്നൊക്കെയാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത്. പിന്നീടാണ് മനസ്സിലാവുന്നത് അവിടെ വേറെ ഒരു സംഭവം, ഒരു ടെസ്റ്റ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ പെങ്കൊച്ച് മരിച്ചു പോകുന്നത് എന്നുള്ളതും പിന്നെ അത് ആരാണ് ചെയ്തത് എന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവൻ കണ്ടുപിടിച്ച് യഥാർത്ഥ പ്രതിയെ എന്താ പറയുക പ്രേക്ഷകർക്ക് മുന്നിൽ കണ്ടെത്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓൾറെഡി നമുക്ക് മനസ്സിലാവും ഇന്ന ആള് തന്നെയാണെന്നുള്ളത് ആ സീക്വൻസിൽ തന്നെ പോകുന്നത്. പക്ഷെ അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം കുറച്ച് നീണ്ടുപോയോ എന്നൊരു സംശയമുണ്ട്. പിന്നെ പടം കുറച്ച് ലെങ്തി ഉണ്ട്. അതായത് ഇത്രയും ലെങ്ത്തിന്റെ ആവശ്യം ഈ സിനിമയ്ക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വലിച്ച് നീട്ടി കൊണ്ടുപോയ പോലെ തോന്നുന്നു. കാരണം മനുഷ്യരുടെ സീക്വൻസ് ഒക്കെ വന്ന സമയത്ത് മറ്റേ അവര് അഭിനയിക്കാൻ വന്നിട്ടുള്ള ഈ മമ്മൂക്കാടെ സിനിമയുടെ കുറെ ഭാഗങ്ങൾ വെറുതെ വലിച്ചു കെട്ടുന്നു. പിന്നെ മമ്മൂക്കാടെ വരുന്നുണ്ട്, കുഴപ്പമില്ല, അത് കാണാൻ രസമൊക്കെ ഉണ്ട്. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി വേറെ കുറെ സംഭവങ്ങൾ വരുന്നു. പിന്നെ ആ ഒരു കുറെ വലിച്ചു നീട്ടുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്നുകൂടി ചെറുതാക്കിയിരുന്നെങ്കിൽ പടം ഒന്നുകൂടി കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഒരു സസ്പെൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ത്രില്ല് തരുന്ന ഒരു മൂവി ആയിട്ട് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയില്ല. അതെന്റെ ഒരു അഭിപ്രായമാണ്. കാരണം ഇതിലും നല്ല പടങ്ങള് ത്രില്ലർ മൂവീസ് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഫീലിങ്സോ കാര്യങ്ങളൊന്നും ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു വൺ ടൈം മൂവിയാണ്, അങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. പിന്നെ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നല്ല അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ടൊരു വൺ ടൈം മൂവിയാണ്. കണ്ടിട്ടില്ലാത്തവർ OTT സിനിമ വന്നിട്ടുണ്ട്, കണ്ടോളൂ. കണ്ടവരെന്തായാലും എനിക്ക് അതിന്റെ അഭിപ്രായം, അതായത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതൊന്ന് എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.